വെറൈറ്റി ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമുക്ക് വീട്ടിലെങ്ങനെയാണ് നമുക്ക് കുളിക്കുന്ന സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് കാണിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മുരളീധരൻ ചേട്ടൻ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണിക്കാം. സോപ്പ് ഒരു നിത്യോപയോഗ സാധനമാണ്. എന്നും ആളുകൾക്ക് ഇപ്പോൾ നിത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമായതുകൊണ്ട് നമുക്ക് സ്വന്തമായി ഒരു നല്ല സോപ്പ് നിർമ്മിച്ച് വിൽക്കുകയും ചെയ്യാം, സ്വയം ഉപയോഗിക്കുകയും ചെയ്യാം. അതിന് വേണ്ട സാധനങ്ങൾ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു സോപ്പ് നിർമ്മിക്കാൻ ഇപ്പം നമ്മളൊരു ഫോർമുല ഉണ്ട്. ഒരു 21 സോപ്പ് നിർമ്മിക്കാനുള്ള ഒരു ഫോർമുലയാണ് നമ്മളിവിടെ ആവിഷ്കരിക്കുന്നത്. അതിന് 200 ഗ്രാം ഗ്യാസ്ട്രിക് സോഡ, 200 ഗ്രാം ടാൽക്കം പൗഡർ, 1 കിലോ വെളിച്ചെണ്ണ, 600 ഗ്രാം വെള്ളം, അതേപോലെ തന്നെ 5 ഗ്രാം കളറ്, 25 ml പെർഫ്യൂം. ഇത്രയും സാധനങ്ങൾ അതിനാവശ്യമുണ്ട്. സോപ്പിന് സാധാരണ ഓരോ സോപ്പിൻ്റെയും പൊതുവായുള്ള ഘടകം കാസ്റ്റിക് സോഡയും ടാൽക്കം പൗഡറുമാണ്. പക്ഷേ നമുക്ക് ഇതിന് മാറ്റങ്ങൾ വരുത്തുമ്പോൾ പലതരത്തിലുള്ള സോപ്പുകൾ മാർക്കറ്റിലുണ്ട്. പിയേഴ്സ് ഉണ്ട്, സാൻഡലുണ്ട്, റെക്സോണയുണ്ട്, മഞ്ഞൾ സോപ്പുണ്ട്, സന്തൂർ സോപ്പുണ്ട്, അനേകം സോപ്പുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഈ സോപ്പുകളൊക്കെ തന്നെ അതിൻ്റെ മണവും നിറവും മാത്രമാണ് ആ സോപ്പുകളുടെ വേർതിരിവ്. ബാക്കിയെല്ലാം ജനറലായിട്ടുള്ള പൊതുവായിട്ടുള്ള ഘടകം കാസ്റ്റിക് സോഡയും ടാൽക്കം പൗഡറുമാണ് അതിന് പൊതുവായിട്ട് സോപ്പ് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ സോപ്പിൻ്റെ ഇതായിട്ടുള്ളത്. ഒരു വീട്ടിൽ നമുക്ക് നിത്യമായിട്ടൊരു മാസം ഒരു 10-15 സോപ്പാണ് ആവശ്യം വരിക. അപ്പോൾ ആ സോപ്പ് നിർമ്മിക്കാൻ നമുക്ക് സ്വന്തമായി ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും സോപ്പുകൾ നിർമ്മിച്ച് ഏത് ഗുണം നിലവാരമുള്ള സോപ്പുകളും നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ സോപ്പ് നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ ആ നിർമ്മാണ സമയത്ത് നമുക്ക് അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളാണ് തരത്തിൽ. ഇപ്പോൾ ചന്ദ്രിക സോപ്പ് അല്ലെങ്കിൽ ആ സോപ്പുകൾ നിർമ്മിക്കുന്ന സമയത്ത് അതിന് പ്രത്യേകം ചില മെഡിസിനൽ സോപ്പുകളായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നിർമ്മിക്കാൻ പോകുന്ന സോപ്പിൽ തന്നെ നമുക്കതിനെ പല വെറൈറ്റി ആയിട്ട് മാറ്റാൻ സാധിക്കും. അതിനകത്തിപ്പോൾ ചെമ്പരത്തി, അതേപോലെ തന്നെ തുളസി, ഇതുപോലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ മിക്സിയിൽ അടിച്ച് അതിൻ്റെ നീരെടുത്ത് ഇതിനകത്ത് ചേർക്കാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് അത് അതിനകത്ത് ചേർക്കേണ്ടതും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ ഈ 200 ഗ്രാം പ്ലാസ്റ്റിക് സോഡ അപ്പോൾ നിർമ്മിക്കുന്ന വിധം, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 6-7 കൂട്ടം സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. അഡീഷണൽ നമ്മൾ ചേർക്കേണ്ട ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കടലമാവ് ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കാം. അത് വെള്ള നിറത്തിലുള്ള സോപ്പാണ്. അപ്പോൾ അത് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിനകത്ത് ഇപ്പോൾ ഈ ചൊറിയ, ചിരങ്ങ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സോപ്പുകൾ നിർമ്മിക്കാറുണ്ട്. അതിനിപ്പോൾ കാട്ടുപടവലം എന്ന് പറയുന്ന സാങ്കേതിക കഷായം വെച്ച് വെള്ളത്തിന് പകരം അത് ഉപയോഗിച്ചിട്ട് സോപ്പുകൾ നിർമ്മിക്കാൻ സാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റിയിലുള്ള സോപ്പുകൾ നമുക്ക് നിർമ്മിച്ച് വിൽക്കാനും അതേപോലെ തന്നെ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വില കൂടുതലായതുകൊണ്ട് ആൾക്കാരൊന്നും മടിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് ഉപ്പ് വരൽ പോലിരിക്കുന്ന വളരെ മാരകമായിട്ടുള്ള, അത് കയ്യിൽ വീണാൽ പൊള്ളുകയും അതേപോലെ തന്നെ കിഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ കാസ്റ്റിക് സോഡയാണ് വെള്ളത്തിലേക്ക് ലയിപ്പിച്ച് നമ്മുടെ ശരീരത്തെ അഴുക്ക് കളയാനുള്ള സോപ്പായിട്ട് വരുന്നത്. നിലവിൽ എല്ലാ കമ്പനിക്കാരും ഈ സോപ്പിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് ഈ കാസ്റ്റിക് സോഡയാണ്. അത് ഈ കാസ്റ്റിക് സോഡ തലേ ദിവസമേ വെള്ളത്തിൽ ലയിപ്പിച്ച് വെക്കണം. ഒരു വശത്തേക്ക് ക്ലോക്ക് വൈസായിട്ട് ലയിപ്പിച്ച് വെക്കണം. അപ്പോൾ ക്ലോക്ക് വൈസായിട്ട് ലയിപ്പിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് അത്രയും തണുക്കാനുള്ള സമയമാണ്. ആ സമയത്തിന് ശേഷമേ പിറ്റേ ദിവസമോ 2 ദിവസം കഴിഞ്ഞോ സോപ്പ് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു കുപ്പി, അതായത് 1 ലിറ്റർ വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ നമ്മൾ ബക്കറ്റിലേക്ക് ഒഴിക്കണം. വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ എന്തെങ്കിലും എണ്ണ യൂസ് ചെയ്യാൻ പറ്റുമോ? പക്ഷേ കുളിക്കുന്ന സോപ്പിന് ഇപ്പോൾ സോയാബീൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തവിടെണ്ണ വേണവർക്ക്, അല്ലെങ്കിൽ നല്ല ഓയിൽ വേണ്ടുന്നവർക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ടാൽക്കം പൗഡർ എണ്ണയിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് ഇളക്കണം. അത് കുറേശ്ശെ ഇട്ട് ഇളക്കി ലയിപ്പിക്കണം. 200 ഗ്രാം ടാൽക്കം പൗഡർ 1 ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്യണം. അടുത്തതായിട്ട് ആസിഡ് സെലറി എന്ന് പറയുന്നത് AOS എന്ന് പറയുന്ന സാധനം
അത് പതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അതാണ് ഈ ഒഴിക്കുന്നത്. ആസിഡ് സ്ലറി അല്ലെങ്കിൽ AOS എന്ന് പറയുന്ന സാധനം ഇതിലേക്ക് ലയിപ്പിക്കണം. മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. എല്ലാം നമുക്ക് കമ്പോളത്തിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. അത് നമ്മൾ ഇത് ചെയ്യും. അത് 50 ml. അപ്പോൾ ഇതിന് ഇപ്പോൾ ടാൽക്കം പൗഡർ വെളിച്ചെണ്ണയിൽ ലയിപ്പിച്ചു, അതുപോലെ തന്നെ AOS അതിനകത്തേക്ക് ഒഴിച്ചു ഇളക്കി, അതിന് നല്ലതുപോലെ ഇളക്കി കുഴമ്പ് പോലെ ആവുന്ന സമയത്ത് അതിനുശേഷം തലേ ദിവസം നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ചിരുന്ന കാസ്റ്റിക് സോഡ ലായനി, അപ്പോൾ ആദ്യം തലേ ദിവസം കാസ്റ്റിക് സോഡ ലായനി നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടാൽക്കം പൗഡറിൻ്റെ ലായനിയാണ് റെഡി ആയിട്ടുള്ളത്. അതെ, സാധാരണ വെള്ളത്തിൽ ഒന്നുമില്ല, സാധാരണ വെള്ളത്തിലേക്ക് ലയിപ്പിച്ച് വെച്ചിരിക്കുന്ന പിന്നെ കാസ്റ്റിക് സോഡ ലായനി ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ലയിപ്പിച്ചെടുത്ത പിന്നെ ടാൽക്കം പൗഡർ ലായനിയിലേക്ക് പിന്നെ കാസ്റ്റിക് സോഡ ലായനി പതുക്കെ ഒഴിക്കണം. ഒഴിച്ചുകൊണ്ടത് കുറേശ്ശേ ഒഴിക്കാവൂ, പതുക്കെ. സ്വാഭാവികമായിട്ട് വെള്ളം വരുമ്പോൾ ഇത് ലൂസാവേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ ഇത് കാസ്റ്റിക് സോഡ ലായനി അങ്ങോട്ട് ഒഴിയുമ്പോൾ ഇത് വളരെ കട്ടിയായിട്ട് വരും. ഒഴിച്ച് ചടങ്ങുകൾ അപ്പോൾ നമുക്ക് അടിയിൽ ഈ നമ്മുടെ ഈ തവി നല്ലതുപോലെ പിടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഏത് സോപ്പാണ്, ഇതിപ്പോൾ നമുക്ക് ലൈം എന്ന് പറയുന്ന സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏമാതിരി പിന്നെ സാൻഡൽ, മഞ്ഞൾ, അതേപോലെ തന്നെ ചെമ്പകം, പിന്നെ മുല്ലപ്പൂവ്, ഇങ്ങനെയുള്ള ഒരുപാട് മണങ്ങളും നിറവും കൂടി ചേർക്കുന്നതാണ് സോപ്പിൻ്റെ വർണ്ണന. ഇപ്പോൾ നമുക്ക് പറഞ്ഞില്ലേ കുട്ടികളുടെ സോപ്പ് ഉണ്ടാകും, നിറം വേണ്ട, വെള്ള സോപ്പ് മതിയെങ്കിൽ നിറം ചേർക്കാതിരുന്നാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നല്ല ഗുണമേന്മയേറിയ പിന്നെ ഇപ്പോൾ ബ്രഹ്മിയുടെ സോപ്പ് വേണം, അല്ലെങ്കിൽ തുളസിയുടെ സോപ്പ് വേണം. തുളസി നമ്മുടെ പ്രകൃതിയിൽ നിൽക്കുന്ന തുളസി പറിച്ച് മിക്സിയിലടിച്ച് അത് നമ്മൾ പിഴിഞ്ഞെടുത്ത് ഇതിനകത്ത് ചേർന്ന തുളസി സോപ്പായി ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്ത് ഇത് ചേരും. അതുകൂടാതെ ഇപ്പം നമുക്ക് പിന്നെ പയർ പൊടി കിട്ടും, മെഡിസിനൽ പയർ പൊടി കടയിൽ കിട്ടും, 12 രൂപയേ ഉള്ളൂ. അത് കൊടുത്താൽ മേടിച്ച് ചേർത്താൽ കുറച്ചുകൂടി കൂടുതൽ സോപ്പും കിട്ടും. ഇതിപ്പോൾ ഒരു 10 രൂപ സോപ്പിനുള്ള ഒരു കണ്ടൻറ്റാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിൽ, അപ്പോൾ നിറവും മണവും ഏത് മാറിയാലും നമുക്ക് സോപ്പായിട്ട് അത് ഒഴിച്ചുകൊണ്ടാണ്. 15 ml മറ്റേ ഇത് മണവും 5 ഗ്രാം കളറുമാണ്. ഇത് രണ്ടും കൂടെ ലയിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സാധാരണ ഇത് വെളിച്ചെണ്ണയിൽ ലയിപ്പിച്ചാണ് ചേർക്കാറ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അതിനകത്ത് തന്നെ അങ്ങ് പൊടി തന്നെ അങ്ങ് ഇടുന്നത് കൊണ്ട് പ്രശ്നമില്ല. അതിൽ മുഴുവൻ ഒഴിക്കണം. എത്ര ഒഴിക്കും അങ്ങ് അപ്പോൾ നല്ല ലൈം സോപ്പായിട്ടത് മാറും. ഒരു സോപ്പ് 75 ഗ്രാം ഉണ്ടാകും ഒരു മോൾഡിലുള്ള സോപ്പിന്. എല്ലാം കിട്ടും, എല്ലാം മാർക്കറ്റിൽ കിട്ടും. ക്ലോക്ക് വൈസായിട്ട് ഇളക്കാൻ പാടും, ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് നമ്മൾ ഇളക്കാൻ പാടില്ല. ഇളക്കിയാൽ അത് ഡിസോർഡറായി പോകും, ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യത. ഇപ്പോൾ ഈ സോപ്പിന് യാതൊരു കുഴപ്പമില്ല, നന്നായിട്ട് നമ്മൾ ഒരു വശത്തേക്ക് ഇളക്കി റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഒരു സോപ്പ് നിർമ്മാണം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് ഇളക്കാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള. ഇപ്പോൾ മെഷീനിലൊക്കെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത്, വൻതോതിൽ ഉണ്ടാക്കുന്നുണ്ട്, അതിന് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഹാൻഡ് മെയ്ഡ് സോപ്പ്, നല്ല സോപ്പ് നമുക്ക് വിശ്വസിക്കാം. കമ്പനിക്കാരൻ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പല തരത്തിലുള്ള എണ്ണകൾ ചേർത്തിട്ടാണ്. ഒരിക്കലും വെളിച്ചെണ്ണ മാത്രമായിട്ട് ഒരു കമ്പനിക്കാരനും ഉണ്ടാക്കുന്നതിൽ നഷ്ടമാണ്. ഇച്ചിരികൂടെ പേസ്റ്റ് പോലെ ആവണം, ഇല്ലെങ്കിൽ ഒഴുകും. അതായത് നല്ലതുപോലെ കട്ടിയില്ലെങ്കിൽ ഇത് ഈ മോൾഡിൽ നിന്ന് ഇത് ഒഴുകി മാറും. അതെ, മോൾഡിൽ എണ്ണ പുരട്ടി വയ്ക്കണം. ആ സോപ്പ് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് കട്ടി പിടിച്ചിരിക്കും, ഇളക്കാൻ വിഷമമായിരിക്കും. അതുകൊണ്ട് മോൾഡൊക്കെ നമ്മൾ നല്ലതുപോലെ എണ്ണ പുരട്ടി സൂക്ഷിക്കണം. കാസ്റ്റിക് സോഡയും എണ്ണയും തമ്മിൽ ചേരുമ്പോൾ അവിടെ ഗ്ലിസറിൻ ഉണ്ടാകുന്നു. അതാണ് ഇതിനകത്തെ സൗന്ദര്യ വസ്തു. റെഡിയായി 3 മണിക്കൂർ കഴിഞ്ഞ് ഇത് കട്ടിയാവും. പിറ്റേ ദിവസം രാവിലെ ഇത് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വെച്ചേക്കുക. ഈ സോപ്പ് നമുക്ക് കുളിക്കുന്ന സോപ്പ് ഉപയോഗിക്കാനുള്ള സമയം 15 ദിവസത്തിന് ശേഷമാണ്. 15 ദിവസം കഴിയുമ്പോഴത്തേന് ഈ കാസ്റ്റിക് സോഡയുടെ എഫക്റ്റ് അതിൽ നിന്ന് മാറും. അപ്പോൾ അല്ലെങ്കിൽ സോപ്പ് മേത്ത് തേക്കുമ്പോൾ ചൊറിയും, അതാണ് വിഷയം.
അപ്പോൾ ആ സോപ്പ് ചൊറിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ 15, 20, 25 ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഈ സോപ്പ് കുളിക്കാൻ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നന്നായിട്ട് ഏത് തരത്തിലുള്ള ഫ്ലേവറും അതേ ഏത് തരത്തിലുള്ള ഗുണവും ഏർപ്പാടാക്കി നമുക്ക് ഈ സോപ്പുകൾ ഉണ്ടാക്കി വിൽക്കാനും സാധിക്കും, സ്വന്തമായിട്ട് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും. ഇതാണ് പ്രധാനമായിട്ട് ഈ സോപ്പ് നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുരളീധരൻ ചേട്ടൻ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തന്നു. ഇൻഗ്രീഡിയൻസ് പറഞ്ഞു, കുറച്ചൊരു 6-7 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചേട്ടൻ പറഞ്ഞത് ക്ലോക്ക് വൈസിൽ മാത്രം നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് കറക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ കറക്കാതിരിക്കുക. പിന്നെ ചേട്ടൻ പറഞ്ഞത് 15 ദിവസം ഇത് ഉണ്ടാക്കി മോൾഡ് വെച്ച് 15 ദിവസം കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഇത് കുളിക്കാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാസ്റ്റിക് സോഡയുടെ ആ ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നമുക്കത് ഇളക്കിയെടുത്ത് നമുക്ക് സൂതി പൊതിഞ്ഞ് വെക്കാം, അല്ലെങ്കിൽ കവറിലാക്കി വെക്കാം. അത് വിപണനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കവറിൽ വയ്ക്കാം, അല്ലെങ്കിൽ വാഴയിലയിൽ പൊതിഞ്ഞ് കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ ആ സോപ്പ് നമുക്ക് വിൽക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വാഴയില പിന്നെ ഉണങ്ങിയ വാഴയില എടുത്തിട്ട് അത് അതിനകത്ത് പൊതിഞ്ഞ് വേണമെങ്കിൽ വയ്ക്കാൻ സാധിക്കും. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സോപ്പിനേക്കാൾ വളരെ ഇതായിരിക്കും നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്, ബേസ് ചെയ്യാതിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ആരും സോപ്പ് ഉണ്ടാക്കി തരാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ സോപ്പ് നിർമ്മാണ യൂണിറ്റ് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണം. അടുത്ത വീട്ടിലുള്ള ആളുകൾക്കൊക്കെ വിൽക്കാം, മറ്റു കാര്യങ്ങൾ ഒരു വിപണന അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതാണ്. ഒരു നിർമ്മാണ യൂണിറ്റ് ഇപ്പോൾ ഒരു സോപ്പ് കമ്പനി തുടങ്ങണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം. അതേസമയം നമുക്കൊരു നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്നതിന് ഒരു 250 രൂപയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കിറ്റും വെളിച്ചെണ്ണയും പിന്നെ മാത്രമാണ് അതിനകത്ത് പൈസ കൊടുത്ത് വാങ്ങേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു മാസം ഒരു 150 രൂപയുടെ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു വെറും 100-250 രൂപ കൊണ്ട് നമുക്ക് ആവശ്യം പോലെ ഉണ്ടാക്കുകയും 10 എണ്ണം വിൽക്കുകയും ചെയ്യും. ചേട്ടൻ നമുക്ക് സോപ്പ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് വളരെ ഭംഗിയായി പറഞ്ഞു തന്നു. ചേട്ടൻ വളരെ നന്ദി. നമുക്ക് ഹെൽത്തി ഫ്ലേവേഴ്സ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു പ്രോഡക്റ്റാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ബി ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ.